ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ഒന്നാമതൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തൃശ്ശൂരുകാരുടെ സ്വന്തം പരിപ്പ് കുത്തിക്കാച്ചിയത്. വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഒഴിച്ചുകറി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് ഇത്രയും സാധനങ്ങൾ മതിയാവും. പരിപ്പ്, ഇത് ഞാൻ നമ്മുടെ തോരൻ പരിപ്പാണ്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള തോരൻ പരിപ്പ്, പിന്നെ പറ്റൽ മുളക് പൊടിച്ചെടുത്തത്, ക്രഷ്ഡ് ചില്ലി, പിന്നെ വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളിയും, പിന്നെ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അത് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ഒഴിച്ചുകറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിലേക്ക് ഇട്ടതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് പരിപ്പെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തുള്ളത്. കുതിർന്ന് വന്നപ്പം എന്താ പറയുക, വീർത്ത് വരുമല്ലോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തൊരു 4 വിസിൽ മതിയാവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ പരിപ്പ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചി ഒന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒന്നേ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ പൊടിച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയോ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ ഒരു എരിവാണ് നമ്മുടെ കറിക്ക് ഉണ്ടാവുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകുമൊന്നും വേണ്ട. ഈ മുളകിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറി ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ താളിപ്പെടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ കറി തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ആ ഒരു താളിപ്പാണ് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ട് ഉള്ളിയൊക്കെ വഴറ്റി മുളക് ചതച്ചതൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പച്ചക്കറിയുടെ ഒന്നും ആവശ്യമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.